मैं आज शार्प क्वेश्चन पूछना चाहता हूं सीएम केरल से। मुस्लिम महिलाओं को सम्मान पूर्वक जीने का अधिकार है या नहीं? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മുസ്ലിം വനിതകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലേ? താമര അടയാളത്തിൽ വിജയിച്ച് കേരളത്തിന്റെ ഭരണം നേടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നത്. कि त्रिवेंद्रम म्युनिसिपल कॉर्पोरेशन में अगर बीजेपी का मेयर आता है तो मैं आकर स्वामी पद्मनाभन को धन्यवाद करूंगा. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ ഉണ്ടാകുകയാണെങ്കിൽ പത്മനാഭനെ എത്തി വണങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് ഞാൻ നടത്തിയിട്ടു. मगर आज आप सबका प्रदेश भर के സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം ഈ വിജയം മാത്രമല്ല, लक्ष्य तक पहुंचने का एक पड़ाव है. നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും പടവുകൾ കയറേണ്ടതുണ്ട്. हमारा अंतिम लक्ष्य है कमल निशान की केरल में सरकार बनाना, भाजपा का मुख्यमंत्री लाना. നമ്മുടെ ലക്ഷ്യം താമര അടയാളത്തിൽ വിജയിച്ച് കേരളത്തിന്റെ ഭരണം നേടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നത്. इस देश को विकसित भारत बनाने का स्वप्न रखा है. 2047 ആകുമ്പോഴേക്കും ഈ നാടിനെ ഒരു വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നരേന്ദ്രമോദിജി നമ്മുടെ മുൻപാകെ വെച്ചിട്ടുള്ളത്. मैं आज केरल की जनता को कहने आया हूं, विकसित भारत का रास्ता विकसित केरलम होकर ही जाता है. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വികസിത ഭാരതം എന്ന ലക്ഷ്യം വികസിത കേരളത്തിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. LDF और UDF, PFI, जमाते इस्लामी और अब बढ़ती हुई SDPI से केरल को सुरक्षित रख सकते हैं क्या? പ്രിയപ്പെട്ടവരെ പറയൂ, LDF-നോ UDF-നോ അവരുടെ മിത്രങ്ങളായ പോപ്പുലർ ഫ്രണ്ടിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇപ്പോൾ നിരോധിക്കപ്പെട്ട SDPI-ക്കോ കേരളത്തെ സുരക്ഷിതമാക്കാൻ സാധ്യമാണോ? वो नहीं रख सकते. അവർക്ക് അങ്ങനെ സാധിക്കില്ല. क्योंकि PFI, SDPI और जमाते इस्लामी उनकी वोट बैंक है, वो उस पर कभी आघात नहीं करेंगे. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മുന്നണികളും പ്രവർത്തിക്കുന്നത്. हम ट्रिपल तलाक समाप्त करते हैं. നാം മുത്തലാഖ് അവസാനിപ്പിച്ചു. तो LDF, UDF दोनों विरोध करते हैं. അതിനെ LDF-ഉം UDF-ഉം ഒരുപോലെ എതിർത്തു. मैं आज शार्प क्वेश्चन पूछना चाहता हूं सीएम केरल से। मुस्लिम महिलाओं को सम्मान पूर्वक जीने का अधिकार है या नहीं? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മുസ്ലിം വനിതകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലേ? हम वक्फ में से करप्शन दूर करने के लिए कानून लेकर आते हैं, इसका ये दोनों विरोध करते हैं. വഖഫ് ബോർഡുകളിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ നാം നിയമം കൊണ്ടുവന്നു. ഇവർ രണ്ടുപേരും ഇതിനെ എതിർക്കുകയാണ്. आज मैं शार्प क्वेश्चन पूछना चाहता हूं पिनराई विजयन जी से कि एर्नाकुलम में 600 ईसाई और हिंदू परिवार की 400 एकड़ भूमि वक्फ बोर्ड के नाम से हड़प कर ली गई, उसको बचाने के लिए आपका क्या विचार है? ഞാൻ പിണറായി വിജയനോട് 7 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എറണാകുളത്ത് 600ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും 400 ഏക്കറോളം ഭൂമി തട്ടിയെടുത്തതിൽ എന്താണ് അവർക്കത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ സ്വീകരിച്ച നടപടി? ये दोनों दल UDF और LDF वो ये सब चीजों से केरल को सुरक्षित नहीं कर सकते. ഈ രണ്ട് മുന്നണികളും LDF-ഉം UDF-ഉം ഇത്തരം നടപടികളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല. क्योंकि इन्होंने अपीसमेंट को एज अ पॉलिसी एक्सेप्ट किया है. കാരണം ഇവർ പ്രീണന രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്. അതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയം. क्योंकि जब आप अपीसमेंट को एज अ पॉलिसी एक्सेप्ट करते हो, आप किसी के साथ न्याय नहीं करते. കാരണം നിങ്ങൾ പ്രീണനം ഒരു നയമാക്കിയാൽ നിങ്ങൾക്ക് ആർക്കും നീതി നൽകാൻ സാധ്യമാകില്ല. एक का अपीसमेंट करते ही दूसरे के साथ अन्याय होता है. ഒരാളോട് ചെയ്യുന്ന പ്രീണനം മറ്റൊരാൾക്ക് അന്യായമായി ഭവിക്കും. इसीलिए भारतीय जनता पार्टी का पॉलिसी है जस्टिस टू ऑल, अपीसमेंट टू नन. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്ന നയം സ്വീകരിച്ചത്. मित्रों, सुरक्षित केरलम का विचार ये भारतीय जनता पार्टी का
पूरे केरल की जनता को सुरक्षित रखने के लिए। पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं। എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണമുണ്ടല്ലോ, ശബരിമല ദേവസ്ഥാനത്ത് നടത്തിയ കൊള്ളയുണ്ടല്ലോ, അത് കേരളത്തിലെ വിശ്വാസത്തിന്റെ, മലയാളികളുടെ വിശ്വാസ കാര്യം മാത്രമല്ല, മുഴുവൻ രാഷ്ട്രത്തിലും അതിൽ ആശങ്കയുണ്ട്. മുഴുവൻ രാഷ്ട്രത്തിന്റെയും വിശ്വാസത്തെയാണ് നിങ്ങൾ ഹനിച്ചത്. मैंने एफआईआर को देखा है, जिस प्रकार से एफआईआर ड्राफ्ट की गई है उसी में ही दोषियों को बचाने का वायरस डाला हुआ है। ഞാൻ ആ എഫ്ഐആർ കണ്ടതാണ്. ഇവിടെ കേരളത്തിൽ എടുത്തിട്ടിരിക്കുന്ന എഫ്ഐആറിനകത്തു തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ വ്യവസ്ഥയും ഉണ്ട്. और आपके दो मंत्री ही जनमानस में, जनता की नजर में, शंका के घेरे में, നിങ്ങളുടെ രണ്ട് മന്ത്രിമാർ അവർ ജനമനസ്സുകളിൽ നിന്ന് കുറ്റവാളികളാണ്. आप कैसे न्याय कर सकते हो? അവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? आप कैसे न्यूट्रल जांच कर सकते हो? അവരോട് നിങ്ങൾക്ക് न्यूट्रल जांच അവരെ എങ്ങനെയാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കുക? मित्रों, यूडीएफ भी नहीं कर सकता, യുഡിഎഫിനും ഇത് സാധ്യമാകില്ല. क्योंकि उनके भी नेतृत्व के साथ साठ गांठ के पूरा प्रूफ जनता में वायरल हुए। കാരണം അവരുടെ നേതാക്കന്മാരും പ്രതികളോടൊപ്പം നിൽക്കുന്നതിന്റെ തെളിവുകൾ ഇന്ന് ജനങ്ങളുടെ ഇടയിലുണ്ട്. आज मैं भारतीय जनता पार्टी की ओर से, ये पूरे सम्मेलन की ओर से, चुने हुए प्रतिनिधियों की ओर से केरल के मुख्यमंत्री के सामने मांग करना चाहता हूं कि ये जांच को एक न्यूट्रल एजेंसी को आप स्वयं ही सौंप दे। ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ പേരിൽ, കേരളത്തിന്റെ പേരിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ശബരിമലയുടെ അന്വേഷണം ഒരു നിഷ്പക്ഷ ഏജൻസിയെ ഏൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? मित्रों, जब तक न्यूट्रल एजेंसी जांच नहीं सौंपी जाएगी, भारतीय जनता पार्टी केरल के हर गांव में इसके लिए आंदोलन करेगी, जन जागृति का काम करेगी। നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾ നടത്തിയില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ വീടാന്തരങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ ഇതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം അഴിച്ചുവിടും. डेमोक्रेसी है विजयन साहब, यहाँ पर मनमानी नहीं चलती है। हम जनता को जागरूक कर आपके खिलाफ खड़ा कर देंगे, आपको न्यूट्रल जांच देनी ही पड़ेगी। പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് നിങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണത്തിന് വഴങ്ങേണ്ടി വരും, അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും. मित्रों, ये हमारे विश्वास का, हमारी आस्था का संरक्षण नहीं कर सकते। സുഹൃത്തുക്കളെ, ഇവർക്ക് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. और जब आप पूरे केरल को विकसित नहीं बना सकते हो, पूरे केरल को सुरक्षित नहीं बना सकते हो, और पूरे केरल की आस्था का संरक्षण भी नहीं कर सकते हो, तो आपको फिर से चुनकर लाने के कोई कारण उपलब्ध नहीं है। पिनराई विजयन साहब, आपका जाने का समय आ गया है। പിണറായി വിജയനോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മുഴുവൻ കേരളത്തെയും വികസിപ്പിക്കാൻ, മുഴുവൻ കേരളത്തെയും സുരക്ഷിതമാക്കാൻ, കേരളത്തിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകാനുള്ള അവസരമായിരിക്കുന്നു. നിങ്ങൾക്ക് തിരികെ വരാനുള്ള ഒരു അവസരവും ഇനി കിട്ടില്ല. और मित्रों, मैं आज आप सबके माध्यम से केरल की जनता को स्पष्टता से बताने आया हूं, यूडीएफ और एलडीएफ ये जो कर रहे हैं वो नूरा कुश्ती है, नाटक। എല്ലാവരോടും നിങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് എൽഡിഎഫും യുഡിഎഫും തമ്മിൽ നടത്തുന്നത് തട്ടിപ്പാണ്, നാടകമാണ്. कांग्रेस को जब भी बहुमत में कमी थी, पिछले 5 दशक से कम्युनिस्टों ने कांग्रेस का समर्थन किया है। കോൺഗ്രസിന് എപ്പോഴൊക്കെ ഭൂരിപക്ഷത്തിന് കുറവുണ്ടായിട്ടുണ്ടോ, കഴിഞ്ഞ 50 വർഷമായി അവരെ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷമാണ്. मित्रों, जब त्रिपुरा में उनको जरूरत थी, तब भी कांग्रेस ने कम्युनिस्टों का समर्थन किया। ത്രിപുരയിൽ സിപിഎമ്മിന് ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ കോൺഗ്രസ് അവരെ പിന്തുണച്ച് അധികാരത്തിലെത്തിച്ചു. और ये तो केरल और बंगाल का चुनाव साथ में है। കേരളത്തിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് അടുത്തടുത്താണ്, ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്. वरना इस बार बंगाल में भी वो इलू इलू करने वाले थे। ബംഗാളിലും അവര് ഇന്ന് പ്രേമത്തിലാണ്, അവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. मगर मैं आज कह कर जाता हूं, बंगाल में कम्युनिस्ट भी जीरो है, कांग्रेस भी जीरो है,
भारतीय जनता पार्टी वहां सरकार बनाने जा रही है। പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ബംഗാളിലും കോൺഗ്രസ് പൂജ്യമാണ്, CPM-ഉം പൂജ്യമാണ്, അവിടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. मित्रों, ये 2024 2025 ये दोनों भारतीय जनता पार्टी के लिए बहुत सफल वर्ष रहे। ഈ 2024-ഉം 2025-ഉം എന്നുള്ളത് BJP-യെ സംബന്ധിച്ചിടത്തോളം വൻ വിജയത്തിന്റെ വർഷങ്ങളാണ്.